തിരുവനന്തപുരം പൊഴിയൂരിൽ യുവാവിന്റെ അപകടമെന്നു കരുതിയ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞു. തമിഴ്നാട് കൊല്ലങ്കോട് സ്വദേശിയായ അസീമിനെ കൊലപ്പെടുത്തിയതിന് കൊല്ലങ്കോട് മേടവിളാകം സ്വദേശി ഷമീറിനെയും ഭാര്യ ജഫീന ആൽബർട്ടിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഭാര്യയുടെ സുഹൃത്തായ അസീമിനെ ഷമീർ കൊലപ്പെടുത്തിയ ശേഷം അപകടമെന്ന് വരുത്താൻ റോഡിൽ ഉപേക്ഷിക്കുകയായിരുന്നു. വ്യാഴാഴ്ച രാത്രി 12:30-യോടെയാണ് അസീമിനെ ചെങ്കവിളയ്ക്ക് സമീപം എള്ളുവിളയിലെ റോഡരികിൽ രക്തം വാർന്നു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. രാത്രി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ചെങ്കവിളയിലെ മെഡിക്കൽ സ്റ്റോർ ഉടമ അസീമിനെ ആംബുലൻസ് വിളിച്ച് പാറശാല ആശുപത്രിയിലെത്തിക്കുകയും പൊഴിയൂർ പോലീസിനെ അറിയിക്കുകയും ചെയ്തു. പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ അസീം മരിച്ചു. അസീമിനെ കണ്ടെത്തിയ സ്ഥലത്ത് പോലീസ് നടത്തിയ പരിശോധനയാണ് വഴിത്തിരിവായത്. അപകടം നടന്ന ലക്ഷണങ്ങളൊന്നും സ്ഥലത്തില്ലായിരുന്നു. ആശുപത്രിയിലേക്ക് മാറ്റുന്ന സമയത്ത് അർത്ഥബോധാവസ്ഥയിൽ അസീം, ഷമീർ, ജഫീന എന്നീ പേരുകൾ മെഡിക്കൽ സ്റ്റോർ ഉടമയോട് പറയുകയും ചെയ്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കൊല്ലപ്പെട്ട അസീമിന്റെ സുഹൃത്തുക്കളുടെ മൊഴിയിൽ നിന്നാണ് ദമ്പതികളിലേക്ക് പോലീസ് എത്തുന്നത്. ചോദ്യം ചെയ്യലിൽ ഇരുവരും കുറ്റം സമ്മതിച്ചു. ഷമീറിന്റെ ഭാര്യ ജഫീനയുമായി അസീം സൗഹൃദത്തിലായിരുന്നു. ഇതിന്റെ പേരിൽ ഷമീറും ജനീഫയും തമ്മിൽ വഴക്കും പതിവായിരുന്നു. കുറച്ചു ദിവസങ്ങളായി ജനീഫ മാങ്കുഴിയിൽ അമ്മയുടെ വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത്. വ്യാഴാഴ്ച ഇവിടെ എത്തിയ ഷമീർ വീട്ടിൽ അസീമിനെ കണ്ട് പ്രകോപിതനായി സമീപത്തുണ്ടായിരുന്ന പട്ടിക കഷ്ണമെടുത്ത് അസീമിനെ തലക്കടിക്കുകയായിരുന്നു. അടിയേറ്റ് അസീം മരിച്ചെന്ന് സംശയിച്ച ഭാര്യയും ഭർത്താവും ചേർന്ന് ഇയാളെ സ്കൂട്ടറിന്റെ നടുവിലിരുത്തി ആളൊഴിഞ്ഞ റോഡിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ജനീഫയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഭർത്താവ് ഷമീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ടൈം വി ന്യൂസ്, തിരുവനന്തപുരം.